ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം നൽകിയ എക്സിറ്റ് പോൾ സർവേകൾ എല്ലാം തന്നെ ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നു. മോദി മൂന്നാം തവണയും എത്തും എന്നു മാത്രമല്ല, അവർ പറയുന്ന ടാർഗറ്റിലേക്ക് എത്തും. ഞങ്ങൾ നൽകിയ എക്സിറ്റ് പോൾ അനുസരിച്ച് BJPക്കും സഖ്യകക്ഷികൾക്കും, അതായത് NDAക്ക് 377 മുതൽ 397 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത്. മറ്റ് സർവേകൾ, ചാണക്യ ഉൾപ്പെടെയുള്ള സർവേകൾ 400 കടന്ന് BJP മുൻപോട്ട് പോകും, അല്ലെങ്കിൽ NDA മുൻപോട്ട് പോകും എന്ന് പറയുന്നു. ഈ അവസരത്തിൽ പ്രതിപക്ഷം ഭയത്തോടെ കാണുന്ന മറ്റൊന്നുണ്ട്. മോദി ഒരുപക്ഷെ 450 സീറ്റോടുകൂടി അധികാരത്തിലേറിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം 30 മുതൽ 40 സീറ്റ് വരെ അതേഴ്സ്, അതായത് രണ്ട് മുന്നണിയിലും പെടാത്തവർ മത്സരിക്കുന്നു. അത് BSP ഉണ്ട്, YSR കോൺഗ്രസ് ഉണ്ട്, ബിജു ജനതാദളുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഭയക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ ഇടയിലെ, അതായത് INDA മുന്നണിയുടെ, ഇന്ത്യ ബ്ലോക്കിൻ്റെ ഇടയിലുള്ള ചെറു കക്ഷികളും മറുകണ്ഠം ചാടാനുള്ള സാധ്യതകളാണ് കൂടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വലിയ മാർജിനിലായിരിക്കും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുക. ചെറു പാർട്ടികൾ ഇനി ഇതിൽ നിന്നാൽ കാര്യമില്ല, മുങ്ങുന്ന കപ്പലാണ് എന്നറിഞ്ഞുകൊണ്ട് INDA മുന്നണിയിലുള്ള ഇന്ത്യ ബ്ലോക്കിലുള്ള 27 കക്ഷികളിൽ ആരൊക്കെ ചാടുമെന്ന് ഭയക്കുന്നു. കോൺഗ്രസ് ഭയക്കുന്നത് അതുക്കും മേലെയാണ്. കാരണം കോൺഗ്രസിൻ്റെ എത്ര MPമാർ മറുകണ്ഠം ചാടും എന്നുള്ള കാര്യത്തിലാണ്. ഏതായാലും BJPയെ സംബന്ധിച്ച് അവർ 400 പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ 450 അടുത്തോ അല്ലെങ്കിൽ 450 സീറ്റുകൾ മോദി ഭരിച്ചേക്കും. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, NDAക്ക് 400 തികഞ്ഞില്ലെങ്കിലും മോദി 400 കിട്ടി ഭരിക്കുമെന്ന്. ഏതാണ്ട് പ്രതിപക്ഷവും ഇപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.